ഈ ബലാത്സംഗം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് ഞാൻ പറയാം. ആ പ്രയോഗം മനസ്സിലായി കറക്റ്റാണ്. നിങ്ങളുടെ സഹോദരിയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ നിലവിളിച്ച് ബഹളം വെച്ച് പ്രതിഷേധിച്ചാൽ അതിൽ നിന്ന് RSS മുതലെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഷണ്ടത്വം ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കും. പിന്നെ RSSന് ഗുണം ചെയ്യും, BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കൊലപാതകം പോലും ഞാൻ മൂടി വയ്ക്കും എന്ന് പറയുന്ന അധപ്പതനം ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് സംഭവിച്ചിരിക്കും. ബുദ്ധിജീവികൾക്ക് വലിയ സംഭവിച്ചു. വടക്കൻ കേരളത്തിലും മറ്റിടങ്ങളിലുമൊക്കെ മുസ്ലിം സമുദായത്തിന് നിർണായകമായ സ്ഥലങ്ങളിൽ വിജയം നേടാൻ കഴിഞ്ഞതിൽ UDFനുള്ളിലെ ക്രെഡിറ്റ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സർക്കാർ സംഘടനകൾക്കുള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന വരുന്നു, അധ്യാപക സംഘടനകൾക്കിടയിലേക്ക് വരുന്നു. മാത്രമല്ല ആളെണ്ണത്തിൽ കുറവാണെങ്കിലും തങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കുന്നതിനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മിടുക്കുണ്ട്. അത് കൃത്യമായിട്ട് സർക്കാരിലേക്ക് നുഴഞ്ഞു കയറി തങ്ങളുടെ അജണ്ടകൾ താല്പര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, അവർക്ക് മതരാഷ്ട്രവാദമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അപ്പോസ്തലന്മാരാകാനായിട്ട് മുസ്ലിം ലീഗിനെ കവച്ചു വെച്ച് ജമാഅത്തെ ഇസ്ലാമി ചില നീക്കങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നു. എന്ന് പറഞ്ഞാൽ UDFൻ്റെ ഭരണ തണലിൽ ഇനി ജമാഅത്തെ ഇസ്ലാമി വലിയൊരു വളർച്ച നേടാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ശ്രമം ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. അത് രണ്ട് കാര്യം അതിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലബാറിലുള്ള മുസ്ലിം സംഘടനകളെക്കാൾ കൂടിയ തോതിൽ നെറ്റ്വർക്ക് കേരളത്തിലും ഇന്ത്യയിലും പൊതുവായിട്ടുള്ളൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം ലീഗ് നിങ്ങൾക്ക് പൊതുവെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുലാമന്തോൾ പാലം ഇങ്ങോട്ട് കടന്നാൽ പിന്നെ ഏതെങ്കിലും മണ്ഡലത്തിൽ പോലും കൃത്യമായിട്ട് ഓഫീസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ സിറ്റീസിലൊക്കെ സാമാന്യം നല്ല ഓഫീസുകളുണ്ട് അവർക്ക്, അത് തിരിച്ചറിയായിരിക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നെറ്റ്വർക്ക് നേരത്തെ ഉണ്ട്. പക്ഷെ ആളുകളുടെ എണ്ണം അതെങ്ങനെ ഉള്ളിടത്ത് നിൽക്കുകയോ ചുരുങ്ങി വരികയോ ചെയ്യുന്നുള്ളൂ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് വളർച്ച ഉണ്ടാകുന്നത് രണ്ട് കാര്യം. ഒന്ന്, ആസ്തിയിലാണ്. അവരുടെ സ്ഥാപനങ്ങൾ വളരുന്നുണ്ട്, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയത് കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അവരുടെ വളർച്ച, യഥാർത്ഥ വളർച്ച അല്ലെങ്കിൽ യഥാർത്ഥ സ്വാധീനം എന്ന് പറയുന്നത് മീഡിയയിലാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മാധ്യമം പത്രവും മീഡിയ വണ്ണും ചെലുത്തുന്ന സ്വാധീനം. അത് ആളുകളെ എനിക്ക് തോന്നുന്നു മതരാഷ്ട്രവാദികളൊന്നും ആക്കുന്നില്ല, മതമൗലികവാദികളാക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഐഡൻറ്റിറ്റി ഒരു പ്രധാനപ്പെട്ട, ഒരു മനുഷ്യനും താല്പര്യമില്ലെങ്കിൽ പോലും ഐഡൻറ്റിറ്റി ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാക്കി ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എപ്പോഴും, ആവശ്യത്തിലും അനാവശ്യത്തിലും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ സി ദാവൂദൊക്കെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടിരുന്നത് കേരളത്തിൽ. അതിൻ്റെ ഒരു സ്വാധീനം എനിക്ക് തോന്നുന്നു അത് മുസ്ലിം സംഘടനകളെ ബാധിക്കുന്നതിലേറെ ഈ കേരളത്തിൽ അത് ബാധിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിറന്ന എല്ലാ വിഭാഗം മനുഷ്യരെയും. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ പോലെ, എനിക്ക് മലപ്പുറത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാർ പോലും പലപ്പോഴും എന്നോട് പരാതി പോലെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു ഇഷ്യൂവിനെ കുറിച്ച് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച വന്നാൽ കൃത്യം കമ്മ്യൂണലി ഡിവൈഡഡ് ആവുക. ഹിന്ദു സഖാക്കൾ ഒരു ഭാഗത്ത്, മുസ്ലിം സഖാക്കൾ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന രോഗം ഇവർ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും ഇവർ ദേശാഭിമാനി വരിക്കാരാണെങ്കിലും വായിക്കുന്നത് മാധ്യമ പത്രമാണ്. ഇവർ കൈരളി ചാനലിന് ഷെയർ കൊടുക്കുമെങ്കിലും കാണുന്നത് മീഡിയ വണ്ണാണ്. ആ സ്വാധീനം ഉണ്ട്, അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു ജാഗ്രത, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മതരാഷ്ട്ര മൂവ്മെൻറ്റ് എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിക്കാൻ ഇപ്പോഴും കേരളത്തിൻ്റെ പൊതുമനസ്സിന് പൊതുവെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുമനസ്സ് വലിയ തോതിൽ സുന്നികളൊക്കെ സമസ്തയോടും, തെക്കൻ കേരളത്തിലാണെങ്കിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയോടും, ബാക്കി പുരോഗമന ചിന്താഗതിക്കാരൊക്കെ ഒന്നുകിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ, അതിൻ്റെ ഗ്രൂപ്പുകൾ ഒക്കെ ആയിട്ട് നിൽക്കാനാണ് അവർക്ക് താല്പര്യം. ഈ മൂന്ന് കൂട്ടരും വളരെ കൃത്യമായി ജമാഅത്ത് വിരുദ്ധരാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആശയപ്രചരണം ആരെങ്കിലും നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തേണ്ടവർ നടത്തുന്നുണ്ട് കൃത്യമായിട്ട്. അത് മുസ്ലിം മതസംഘടനകളാണ്. അത് ആവശ്യമില്ലാത്ത തരത്തിലാണ് പലപ്പോഴും ഈ CPM ഒക്കെ ഏറ്റെടുക്കുന്നത്. CPM ഏറ്റെടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സൗകര്യം കിട്ടും. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒറ്റയ്ക്ക് ജയിക്കാൻ യാതൊരു ശേഷിയില്ലാത്തൊരു സംഘടനയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർക്ക് അൺഡ്യൂ ഇമ്പോർട്ടൻസ് കിട്ടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇവരുടെ അടുത്ത കമൻ്റ് എന്തായിരിക്കും എന്നറിയോ, ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് അസ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഇസ്ലാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിക്, അവർ ഇസ്ലാമിയോഫോബിയ.
ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആശയപരമായ വിമർശനത്തെ എപ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജി ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഇസ്ലാമിനെതിരാണ്, ഞങ്ങൾക്കെതിരല്ല, ഞങ്ങളാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കും. ഇതാണ് അപകടം. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് വഖഫ് ബോർഡ് പ്രാതിനിധ്യം കൊടുത്താരാ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഞാൻ പറഞ്ഞ ആളുകളുടെ ഒരു ഡെമോഗ്രാഫി കണക്കെടുത്തിട്ടാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ എത്ര ശതമാനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ? പക്ഷെ അവർ വഖഫ് ബോർഡിലുണ്ട്, അവർ ഹജ്ജ് കമ്മിറ്റിയിലുണ്ട്. അവർക്ക് ആവശ്യമില്ലാത്ത അൺഡ്യൂ ഇമ്പോർട്ടൻസ് ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ അവരെ വിളിച്ചു വരുത്തും. ഒന്നും വേണ്ട. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു ഗ്രാമമുണ്ടെങ്കിൽ അത് ചേന്നമംഗലൂരാണ്. സാറിന് അറിയാലോ, ഒ അബ്ദുറഹ്മാൻ്റെയും ഒ അബ്ദുള്ളയുടെയും ഇസ്ലാഹിയ കോളേജൊക്കെ. ആ സ്കൂളിന് പ്രത്യേകമായ ഓർഡർ ഇട്ടിട്ട് ഹയർ സെക്കൻഡറി കൊടുത്തത് VS അച്യുതാനന്ദനാണ്, സാക്ഷാൽ VS ആണ്. അതിൻ്റെ നന്ദി അവരെന്നും പറയുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്തുണ കൊടുത്ത കാലത്തൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇത് വളരെ ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമി ഈ മുന്നണിയിലില്ല. ഒരു മുന്നണിയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർക്ക് വെൽഫെയർ പാർട്ടി ഉണ്ട്. ആ പാർട്ടിയെ മുന്നണിയിൽ ചേർക്കാനൊന്നും കേരളത്തിൽ ഈ ഒരു പോക്ക് പോയാൽ UDF LDF തയ്യാറാവുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ മൊത്തക്കുത്തക പിന്തുണ കൊടുക്കും. പിന്തുണ കൊടുത്ത് ജയിച്ചാലോ ഞങ്ങൾ ജയിപ്പിച്ചു എന്ന് അവകാശപ്പെടും. അതിൻ്റെ ക്ലെയിം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിലൊക്കെ, ഗവൺമെൻറ് ബോഡികളിലൊക്കെ അവർ കയറിക്കൂടും. അത് അങ്ങനെ അവരുടെ ഒരു സ്വാധീനം, അവരുടെ ഒരു സാന്നിധ്യം, ഒരു സ്വാധീനമാണല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വളരെ ഇന്നത്തെ പത്രവാർത്തയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസപരമായ പോളിസി മേക്കിങ്ങിൽ, സാമുദായികമായ പ്രവർത്തനങ്ങളിൽ, ഹജ്ജ് കമ്മിറ്റിയിൽ, വഖഫ് ബോർഡിൽ ഒക്കെ ഇവരുടെ സ്വാധീനം ഉണ്ടാവും. ഓർക്കേണ്ട കാര്യം, ഈ വഖഫ് സ്വത്തൊന്നും വഖഫ് ചെയ്ത കൂട്ടത്തിൽ ഒരു ജമാഅത്തുകാരുണ്ടാവില്ല. ഒക്കെ സുന്നികളായി, പാവം സുന്നികളാണ് ഉണ്ടാവുക. പക്ഷേ അത് മാനേജ് ചെയ്യുന്നതിൽ ഇവർക്ക് ഇടപെടാൻ പറ്റും, പോളിസി മേക്കിങ്ങിൽ ഇടപെടും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നാട്ടിലുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ എന്ത് സാമൂഹ്യ പ്രശ്നം ഉണ്ടായാലും അതിനെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാക്കുന്നതിൽ അവർ വിജയിക്കും. അതിന് അവരുടെ കയ്യിൽ മീഡിയ ഉണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. കേരളത്തിലെ ഈ ബുദ്ധിജീവികൾ വായിക്കുന്ന എല്ലാ ബുദ്ധിജീവികളുടെയും, ഞാൻ മിക്ക എഴുത്തുകാരുടെയൊക്കെ വീടുകളിൽ പോയിട്ടുണ്ട്, എല്ലാ ബുദ്ധിജീവികളുടെയും ഉമ്മറത്ത് കിടക്കുന്ന പഴയ മാതൃഭൂമി വീക്കിലി പോലെ എല്ലാ ബുദ്ധിജീവികളുടെ ഉമ്മറത്ത് കിടക്കുന്ന വീക്കിലിയിൽ ഇപ്പോൾ മാധ്യമമുണ്ട്. മാധ്യമം പത്രമല്ല, മാധ്യമം വീക്കിലി. അത് വേറൊരു ക്ലാസ്സിനോട് സംസാരിക്കുകയാണ്. മാത്രമല്ല നല്ല പ്രതിഫലം കൊടുത്തിട്ട് ഈ ബുദ്ധിജീവികളെ കൊണ്ടൊക്കെ എഴുതിക്കുന്നുണ്ട്. അവരൊന്നും ഇതിനെ തള്ളിപ്പറയില്ല, അവരൊക്കെ ആ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പുതിയ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ കാലത്ത് ഈ ഇസ്ലാമിക് ഐഡൻറ്റിറ്റിയെ പരസ്യമായി എൻഡോസ് ചെയ്യുന്ന ബുദ്ധിജീവികൾ ഇടതുപക്ഷത്ത് ഉൾപ്പെടെ ഉണ്ട് താനും. KN കുഞ്ഞാമതിനെ പോലുള്ളവർക്ക് അത് തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ രണ്ട് കാര്യമുണ്ട്. വെൽഫെയർ പാർട്ടി വന്നില്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഒന്ന്, അവർ അധ്യാപക പ്രസ്ഥാനം ഉണ്ടാക്കി. ഇത് ഇപ്പോൾ ചെയ്യുന്ന പണി ജമാഅത്തെ ഇസ്ലാമി കടക്കാത്ത മേഖലകളിലേക്ക് ഇവർ കടന്നു നോക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരിക്കലും അധ്യാപക സംഘടന ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ട്. അത് SIO ആണ്, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിനെപ്പറ്റി ഇപ്പം മിണ്ടാട്ടമില്ല. ഇപ്പോൾ ഈ ഫ്രാറ്റേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പുതിയതൊന്നും ഉണ്ടാക്കിയിരിക്കുക. അത് ആരുടേതാണ്? അത് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്. ഇവരുടെ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അവർ ക്യാമ്പസുകളിൽ പോയി നോക്കുന്നുണ്ട്, മത്സരിച്ച് നോക്കുന്നുണ്ട്, പറ്റുന്നിടത്തൊക്കെ ചെറിയ മുന്നണികൾ ഉണ്ടാക്കുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകളായിട്ട്. എന്നിട്ട് മുന്നണിയായിട്ടെങ്കിലും കുറച്ച് സീറ്റുകളെങ്കിലും അസോസിയേഷൻ റെപ്പ് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നേടുന്നുണ്ട്. എന്നാൽ ഒരു ഗുണമുണ്ട്, അവിടെ ഒരു കൊടിയും പിടിച്ചിട്ട് ഫ്രാറ്റേണിറ്റി സിന്ദാബാദ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തും. അവർക്ക് അംഗീകാരം കൊടുക്കുന്നതിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ ആർക്കും മടിക്കേണ്ടതില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ പറ്റാത്തൊരവസ്ഥ അവർ രാഷ്ട്രീയമായി സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ മുസ്ലിം ലീഗിൽ ശരിക്കും പറയാം ഒരു ബുദ്ധിജീവി ലെവലിലുള്ള നേതാക്കളൊന്നും നമ്മളധികം കാണാറില്ല. ആ സ്പേസ് അവിടെ ഉണ്ടെന്നും അതിലേക്ക് കൃത്യമായിട്ട് കടന്നു കയറാമെന്നും വെച്ചുകൊണ്ട് എല്ലായ്പ്പോഴും UDF കുത്തകയാക്കി വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയകൾ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാത്ത CPM-ലെയും മറ്റ് പാർട്ടികളിലെയും ഒക്കെ ഉള്ള നേതാക്കൾ ബുദ്ധിജീവികളൊന്നും ഇല്ല. പക്ഷേ അതേ ആളുകൾ പോലും BJP അനുകൂലമായ ചാനലിലോ അല്ലെങ്കിൽ ജയ് ഹിന്ദ് പോലെയുള്ള ചാനലിലോ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അപ്പം വളരെ കൃത്യമായിട്ട് ഭൗതിക തലത്തിൽ ഇടപെട്ടുകൊണ്ട് ലീഗിലേക്ക് നുഴഞ്ഞു കയറുകയാണോ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുക? കയറേണ്ട കാര്യമൊന്നുമില്ല. വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ ചുമതലയിലിരിക്കുന്നവർ മുസ്ലിം ലീഗിലേക്കോ അങ്ങനെയൊന്നും കയറി വരുന്നില്ല.
ബട്ട് ജമാഅത്തെ ഇസ്ലാമി ചിന്താഗതിയുള്ളവർ മുസ്ലിം ലീഗിൽ ധാരാളമുണ്ട്. അവർക്കത് അവിടെ വിലക്കൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു പിന്തിരിപ്പൻ സ്വഭാവം ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവരുടെ പ്രബോധനം എന്ന മാഗസിൻ അവരുടെ മുഖപത്രമാണ്. അപ്പോൾ അതിൽ 1949 പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് പാസ്സാക്കിയ പ്രമേയം 1949 അതായത് റീസെൻ്റ് ആയിട്ട് പോലും വന്നിട്ടുണ്ട്. 80s അതുമായി അത്തരം ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെതിരാണ്. ഒരു മിനിറ്റ് തീജി, അതിന് അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ലോകത്തിൽ വിജയിച്ച പുരുഷന്മാരുടെയൊക്കെ പിന്നിൽ വിദ്യാഭ്യാസമോ ഉദ്യോഗമോ ഇല്ലാത്തൊരു സ്ത്രീ ഉണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞ് EMS പൂരിപ്പാടിനെയൊക്കെ ആര്യ അന്തർജനം ഉണ്ടായതുകൊണ്ടാണ് EMS ഉണ്ടായത്. അതുകൊണ്ട് സ്ത്രീകളെ ആരും പഠിപ്പിക്കേണ്ടതില്ല, ജോലിക്ക് അയക്കേണ്ടതില്ല. ഇല്ല, അഗെയിൻ അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. അങ്ങനെ ഒരു സ്ത്രീ ഈ പുരുഷനെ വലുതാക്കാനായിട്ട് അവർ അടുക്കളയിൽ കിടന്ന് വിഷമിക്കുന്നതിന് അതുകൊണ്ടാണ് വീട്ടിൽ പെട്ടതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് കൊണ്ടുവന്നത്. അതൊന്നും അവർക്ക് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ വിൽക്കാനുള്ള ഓരോ തന്ത്രങ്ങളാണ്. ബേസിക്കലി ഇവർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് ആർഗ്യൂ ചെയ്യാൻ ഇപ്പോൾ കേരളത്തിൽ ആരുമില്ല. ബുദ്ധിജീവികൾ മുഴുവൻ ഇസ്ലാമിൻ്റെ ഭാഗത്താണ്. അത് CPM വരുത്തി വെച്ച CPM-ഉം കോൺഗ്രസും ഒക്കെ അതിന് ഉത്തരവാദികളാണ്. എന്നാലും കൂടുതലും CPM ആണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടും എന്നുള്ള പേടി. എല്ലാ കാര്യത്തിലും ഒരു മുസ്ലിം വീറ്റോ. ഒരു റോഡ് പണിയണമെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഒരു അവിടുത്തെ മുസ്ലിം ചോദിക്കണം ന്യൂനപക്ഷ വീറ്റോ. മുസ്ലിം വീറ്റോ മാത്രമല്ല, ന്യൂനപക്ഷ വീറ്റോ. ഭൂരിപക്ഷങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. ഭൂരിപക്ഷങ്ങൾക്ക് എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വീറ്റോയ്ക്ക് വിധേയമായിട്ടായിരിക്കണം. അവരനുവദിക്കുകയാണ്, ശരി കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രയും അവകാശമേ ഭൂരിപക്ഷത്തിനുള്ളൂ. ന്യൂനപക്ഷത്തിനാണ് അവരുടേതാണ് അവസാന വാക്ക്. വന്ന് മൻമോഹൻ സിംഗ് രാജ്യത്തെ സമ്പത്തിൻ്റെ ആദ്യത്തെ അവകാശികൾ, ദ ഫസ്റ്റ് റൈറ്റ് ഓൺ ദ റിസോഴ്സസ് ഓഫ് ദിസ് കൺട്രി ഗോസ് ടു മൈനോറിറ്റീസ്, ലോക്സഭയിൽ പ്രസംഗിച്ചു. വൻ ബഹളമൊക്കെ നടന്നു. ഹി ഡിഡ് നോട്ട് വിഡ്രോ ഹിസ് ലൈൻസ്. സോ ഈ സാധനം വന്നു കഴിയുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന കൺസോളിഡേഷൻ എത്ര വലുതാണെന്ന് ആലോചിച്ചു. അല്ലാതെ സംഭവിച്ചു കഴിഞ്ഞല്ലോ സ്വന്തം നാട്ടിൽ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തുല്യതയില്ല, ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. 12% സംവരണം, 12%. ഇതൊക്കെ എന്ത് അന്യായമാണ്. ഞാനിപ്പോൾ ഒരു ഹിന്ദുവാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ മകന് റിസർവേഷൻ കിട്ടും, എൻ്റെ മകന് റിസർവേഷൻ കിട്ടില്ല. പാണക്കാട് തങ്ങളുടെ കുടുംബക്കാർക്ക് റിസർവേഷൻ 12%. TG മോഹൻദാസിൻ്റെ മക്കൾക്ക് ഇല്ല. ഈ ഒരു പ്രകടമായ അന്യായം ഇത് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കോൺഗ്രസിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ സക്സസ്. ഈ സാധനമുണ്ടല്ലോ, നിങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് ഹിന്ദുക്കളെ കൊണ്ട് കരുതിക്കുക, അവരെ വിശ്വസിപ്പിക്കുക. ഇപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ നോക്കിയോ, ഇത്രയും ആണത്വമില്ലാത്ത അല്ലെങ്കിൽ പെണ്ണത്വമില്ലാത്ത വർഗം വേറെ എങ്ങും ഉണ്ടാവില്ല. ഞാനവർ BJPക്ക് വോട്ട് ചെയ്യേണ്ടി ഞാൻ പറയുന്നതല്ല, അവർ BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും. ബട്ട് എണീറ്റ് നിന്ന് ഈ അന്യായത്തെ ചോദ്യം ചെയ്യണ്ടേ? ഇല്ല. ഇസ്ലാമിനാൽ ബൗദ്ധിക തലത്തിലും ശാരീരിക തലത്തിലും ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ആനന്ദമായിട്ട് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വലിയൊരു ശതമാനം ഹിന്ദു മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഹിന്ദു ആദ്യം ചാടി വീഴുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ ചെയ്ത് അത് രാഷ്ട്രീയ രംഗത്ത് പ്രതിഫലിക്കുന്നു. അതിൻ്റെ ഗുണം LDFന് കിട്ടുന്നു, UDFന് കിട്ടുന്നു, അവർക്ക് സന്തോഷം. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ LDFൻ്റെയും UDFൻ്റെയും തലപ്പത്ത് മുസ്ലിങ്ങൾ വരും. അതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, മനസ്സിലായി. അവരുടെ പാർട്ടികൾ നശിച്ചു പോകുന്നെങ്കിൽ പോട്ടെ, വിരോധമൊന്നുമില്ല. ബട്ട് സൊസൈറ്റി നശിച്ചു പോകുന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് ഭൂരിപക്ഷം എന്നുള്ള സ്ഥിതിക്ക് ഹിന്ദുക്കൾക്ക് സൊസൈറ്റിയോട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്.
അവനവൻ്റെ സൊസൈറ്റിയോട് മാത്രമല്ല മറ്റ് സൊസൈറ്റിയോട്. അപ്പോൾ കേരളത്തിലെ അലിഖിതമായൊരു നിയമമാണ്, ഞാൻ കുറ്റം പറയുന്നത് എൻ്റെ മതത്തിലെ പ്രശ്നങ്ങളോട് മാത്രമായിരിക്കണം. ഇസ്ലാമിലെയോ ക്രിസ്ത്യാനിറ്റിയിലെയോ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. കാരണം ഞാൻ ഹിന്ദുവാണ്. ഞാൻ ആ ഇക്വേഷനിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഹിന്ദുവാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയും കൂടെ ചേർത്ത് നടത്താനും അവരെയും നേരെയാക്കാനുമുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്. എൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവർക്കും അവകാശമുണ്ട്. ഇതിപ്പോൾ വൺ സൈഡാണ്. അന്ധവിശ്വാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹിന്ദു അന്ധവിശ്വാസമാണ് ഇല്ല. ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പം തന്നെ മനസ്സിൽ അങ്ങ് ഒഴിവാക്കും. നവോത്ഥാനം, അതിനകത്ത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ പെടുവോ? ഇല്ല. നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശബരിമല, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. നവോത്ഥാന നായകർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു അഹമ്മദ് ഭാഷ ഈ ചോദ്യങ്ങൾ കേട്ട് ശീലിച്ചതുകൊണ്ട് മക്തിത്തങ്ങൾ എന്നൊക്കെ പറയും. ഇതൊക്കെ പിൽക്കാലത്ത് ആലോചിച്ചുണ്ടാക്കിയ വാക്കുകളാണ്. ലേറ്റസ്റ്റ് എൻട്രീസ് ആണ്. അതായത് നാരായണ ഗുരു ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടം വരെ ഉണ്ടായി. EMS പറഞ്ഞല്ലോ, ഈവൻ അയ്യങ്കാളി ഉണ്ടായിരുന്നില്ല കേരള മലയാളികളുടെ മാതൃഭൂമി എഴുതുമ്പോൾ. അതെ. അപ്പോൾ ഈ രീതിയിൽ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചരിത്രരചന, സാമൂഹ്യ ബോധം ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഈ ജാതി ചിന്തകൾ ചേർത്തിട്ടാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതിനകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു റാഡിക്കൽ ഇസ്ലാം, അതാണ് കുറെ കൂടി നല്ല പ്രയോഗം. ജമാഅത്തെ ഇസ്ലാമി ഒരു സംഘടനയുടെ പേരാണ്. റാഡിക്കൽ ഇസ്ലാം ചിന്താഗതി, അതിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ, മുസ്ലിങ്ങൾ നേരത്തെയൊക്കെ തിരിഞ്ഞു നിന്ന് എതിർക്കാൻ ധൈര്യമുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ അവരും എതിർക്കുന്നില്ല. അവർ ചെയ്യുന്നത് രഹസ്യമായിട്ട് പോയിട്ട് രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് മക്കൾക്ക് തുല്യമായിട്ട് സ്വത്ത് വീതിച്ചു കൊടുത്തിട്ട് ചത്തുപോകും. ബോൾഡായിട്ടിത് ചോദ്യം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. ഇത് ശരിയല്ല, എൻ്റെ സമുദായത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് പോക്കൃത്തരമാണ് എന്ന് പറയണ്ടേ, അത് പറയില്ല. ഹൈക്കോടതി ജഡ്ജിമാർ പോലും റിട്ടയർ ആയി കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയി ഭാര്യയും കൂട്ടി പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് മക്കൾക്ക് തുല്യാവകാശം കൊടുക്കും. എന്തൊരു കഷ്ടമാണ്. ഞാൻ ജനിപ്പിച്ച പെൺകുട്ടിക്ക് തുല്യ അവകാശം കൊടുക്കണമെങ്കിൽ ഞാൻ ഒളിച്ചും പാത്തും കർട്ടനും പുറകിലും കൂടെ പോയിട്ട് കല്യാണം വേറെ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കണം എന്നൊക്കെ പറയും. നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാം? സത്യമാണ് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ പ്രധാനപ്പെട്ട 2-3 കാര്യം. ഒന്ന്, സ്വത്തവകാശത്തിന് വേണ്ടി വാദിച്ചിരുന്നത് ഇന്ത്യയിലെ ലെഫ്റ്റാണ്, ഇപ്പോൾ അത് മിണ്ടൂല. രണ്ടാമത്തെ കാര്യം, യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ലെഫ്റ്റ് ബുദ്ധിജീവികളാണ്, ഇപ്പോൾ അവർ മിണ്ടൂല. അതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കാരശ്ശേരി മാഷോടൊക്കെ പൊതുവേദിയിൽ വെച്ച് ടൗൺ ഹാളിൽ വെച്ച് തർക്കിച്ച കഴിച്ച അത് സംഘപരിവാറിന് പ്രയോജനപ്പെടും നമ്മൾ പറഞ്ഞാൽ. ഈ മാതിരിയുള്ള ചില, ഞാനതിനെ സംഘി ഫോബിയ എന്ന് തിരിച്ചു വിളിച്ചു. കാരണം അതൊരു ഫോബിയാണ്. ഫോബിയയും ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ മാഷിന് പോലും അത്രയും പറയണമെന്ന് തോന്നിക്കാണും. ഈ ബലാത്സംഗം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് ഞാൻ പറയാം. ആ പ്രയോഗം മനസ്സിലായി കറക്റ്റാണ്. നിങ്ങളുടെ സഹോദരിയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ നിലവിളിച്ച് ബഹളം വെച്ച് പ്രതിഷേധിച്ചാൽ അതിൽ നിന്ന് RSS മുതലെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഷണ്ടത്വം ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കും. പിന്നെ RSSന് ഗുണം ചെയ്യും, BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കൊലപാതകം പോലും ഞാൻ മൂടി വയ്ക്കും എന്ന് പറയുന്ന അധപ്പതനം ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ബുദ്ധിജീവികൾക്ക് വലിയ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ TG പറഞ്ഞൊരു ജനാധിപത്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപമാണ്. എന്താ കാര്യം എന്നറിയോ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താ? ഞാൻ എൻ്റെ വീട്ടിൽ അന്യായം കാണിച്ചാൽ അയൽപ്പക്കത്തെ സഹോദരൻ അതെങ്ങനെ കാണും? അവനെ എന്ത് വിചാരിക്കും? അതാണല്ലോ നല്ല ചിന്ത. ഇപ്പം എൻ്റെ അയൽപ്പക്കത്ത് TG ഉണ്ടെങ്കിൽ TG എൻ്റെ വീട്ടിലെ ഒരു അന്യായത്തെക്കുറിച്ച് എന്ത് കരുതും? അങ്ങനെ കരുതിയിട്ടെങ്കിലും ഞാൻ എന്നെ കറക്റ്റ് ചെയ്യണം തോന്നാറില്ലേ? ഞാൻ എപ്പോഴും അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംഘപരിവാറിനെ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കാണണമല്ലോ. ഹിന്ദു കമ്മ്യൂണിറ്റി അവരുടെ നമ്മുടെ കയ്യിൽ പൊതുസമൂഹത്തിന് നിരക്കാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് അല്ല. ഇപ്പോൾ തിരിച്ച് ഇപ്പോൾ മലബാറിലൊക്കെയുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും പറയും, പക്ഷേ ഈ ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടാ. മിണ്ടാറില്ല ഞാൻ. എന്താ മിണ്ടിയെന്ന് വെച്ചാൽ, മിണ്ടുന്നെങ്കിൽ ഹമാസിൻ്റെ കൂടെ വെക്കണം, അല്ലെങ്കിൽ മിണ്ടിക്കൂടെ ഇവന്, അല്ലെങ്കിൽ അവന് ഉടനെ ഏതെങ്കിലും ഒരു ചാപ്പ കുത്തി കൊടുക്കും, അവൻ സംഖ്യയായിന്നോ. നല്ല മനുഷ്യരാണ്, സാധു മനുഷ്യരാണ്, അവർക്ക് മിണ്ടിക്കൂടാ. ഈ തരത്തിൽ അത് ഉണ്ടാക്കി തീർത്തതിൽ ഈ ബുദ്ധിജീവികൾക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. അവസരവാദികളായ ബുദ്ധിജീവികൾ. ഈ കണ്ടോ, ഞങ്ങൾ പറയും മലബാറിൽ പ്രയോഗമുണ്ട്, മയ്യത്ത് കട്ടിൽ നിന്ന്
പേനിറങ്ങിപ്പോകുന്നത് പോലെ എന്ന് പറയും. ഇനിയിപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഈ പറയുന്ന ഈ സോക്കോൾഡ് ലെഫ്റ്റ് ഒന്നും ഇനി സാധ്യതയില്ല എന്ന് കണ്ടാൽ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരിയായിട്ട് എങ്ങോട്ട് പോകുമെന്ന് നോക്കിയാൽ മതി. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആൾ ഇന്ത്യ തലത്തിൽ ഉള്ള ഒരു പോക്ക് കേരളത്തിലെ ബുദ്ധിജീവികളെ ബാധിച്ചിട്ടുണ്ട്, നന്നായി ബാധിക്കുന്നത് അവർ കാണിക്കുന്നുണ്ട്. സ്വഭാവം കേരളത്തിലും അത് കാണിക്കും. ചുരുക്കം പറഞ്ഞാൽ ഭരണത്തിലേക്ക് റാഡിക്കൽ ഇസ്ലാം ഇറങ്ങി വരുന്നു, ഹിന്ദു ഭയന്ന് ഓടണം, ആ അവസ്ഥയിലേക്കാണ് കാര്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഹിന്ദുവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. പക്ഷേ ടി ജി പറഞ്ഞതിനോട് എനിക്ക് എനിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുസ്ലിം ലീഡർഷിപ്പിൽ വരും എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പാർട്ടികൾക്കകത്ത് തന്നെ വലിയ റിവോൾട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ CPM വലിയ തോതിൽ, നമുക്കറിയാലോ CPM വലിയ തോതിൽ മുസ്ലിം പ്രീണനം അന്ധമായി നടത്തുന്നു എന്ന് തോന്നിയപ്പോഴാണ് ആ പാർട്ടിയെ തോൽപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. ആ തിരിച്ചറിവ് അതിനകത്ത് വരുമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിന് വല്ലാതെ വഴങ്ങി, ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ നല്ല ബോധ്യവും ജാഗ്രതയും VD സതീശന് തുടക്കത്തിലേ ഉണ്ട് എന്നാണ് നമ്മൾ സമീപകാലത്ത് സതീശൻ്റെ ചില നീക്കങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈ വഖഫ് നിയമത്തിലൊക്കെ മുനമ്പം ഇഷ്യൂവിലൊക്കെ കുറെ കൂടി ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതരാകും. ആ ഒരു പൊളിറ്റിക്സ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക വളരെ വലുതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.